ചേരുംപടിയെല്ലാം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലേക്ക് മലയാള സിനിമ ഇനിയും ഉയർന്നു വരും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോക സിനിമ. എന്താണ് ഈ ചേരുംപടി ചേർത്തിട്ടുള്ളത്? മിസോസെൻ എന്ന് പറയുന്ന ആ ഒരു ഘടകത്തെ കുറിച്ചാണ് പറയുന്നത്. മിസോസെൻ എന്ന ഫ്രഞ്ച് പദത്തിന്റെ അർത്ഥം പുട്ടിംഗ് ഓൺ സ്റ്റേജ് എന്നുള്ളതാണ്. ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ആ ഘടകങ്ങളുടെ എല്ലാം ആകത്തുകയാണ് മിസോസെൻ എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെ? സെറ്റിംഗ്, പ്രോപ്പർട്ടി, കോസ്റ്റ്യൂം, ലൈറ്റിംഗ് ആൻഡ് ക്യാരക്ടർ ദിയർ ആക്ടിങ്. യെസ്, ഈ 5 ഘടകങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള ആ ഒരു സംയോജനം, ആ ഒരു കോമ്പിനേഷനിലാണ് ഒരു സിനിമയുടെ വിജയം ഇരിക്കുന്നത്. ഇവിടെ തന്നെ നോക്കൂ, സെറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ urban ആയിക്കോട്ടെ, റൂറൽ ആയിക്കോട്ടെ, പണ്ടത്തെ കാലഘട്ടം ആയിക്കോട്ടെ, ഈ ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു നവീകരിച്ചിട്ടുള്ള ഒരുപാട് സെറ്റിംഗ്, ഒരുപാട് എന്താ പറയുക, അറേഞ്ച്മെന്റ്സ് ആ മൂവിക്ക് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഷോപ്സിന്റെ നെയിം ആണെങ്കിലും ഡയറക്ടർ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വന്ദനം സ്റ്റൈലാണ് ആ ഒരു നസ്ലിന്റെയും ചന്ദ്രയുടെയും ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഫ്ലാറ്റ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ സീക്വൻസുകൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാടിനകത്തുള്ള സീൻസ്, ഇവിടെയൊക്കെ ഡീറ്റെയിലിംഗ് കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു മൂവിയിലെ ഒരു കഥാപാത്രത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എസെൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കാൻ പറ്റുന്ന, അപ്പിയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കോസ്റ്റ്യൂമിലൂടെയാണ്. അവരുടെ ഹെയർ സ്റ്റൈൽ, ഈവൻ ദ ഐ കളേഴ്സ് ഓർ ദ ആക്സറീസ് ദേ വെയർ ആൻഡ് എവറിത്തിങ്, ഈ ടിപ്പ് ടു ബോട്ടം അവർ യൂസ് ചെയ്യുന്ന എലമെന്റ്സിലൂടെയാണ് ആ ഒരു ക്യാരക്ടറിനെ സിംബോളിക്കലി നമുക്ക് റിവീൽ ആവുന്നത്. ഇപ്പോൾ ഓൾഡ് മൂവീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്കറ്റ് ക്യാരക്ടേഴ്സിനെ കാണിക്കാനായിട്ട് നമ്മൾ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് പ്യൂറിസ്റ്റ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കാണിക്കാൻ വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഡയറക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ഇതിനനുസരിച്ച്, എന്താ പറയുക, അതിന്റെ ഇന്റൻഷൻ അനുസരിച്ചിട്ട് ഇത് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ കാണാറുണ്ട്. വളരെ ഇപ്പോൾ മൊബിഡിക്കൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ദ വൈറ്റ്നെസ്, ടു വൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഷോസ് സം ഈവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ചന്ദ്രയുടെ ക്യാരക്ടർ ചൂസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് കളറിലുള്ള കോസ്റ്റ്യൂം, അങ്ങനത്തെ ജാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഷോസ് റെഡ് എന്ന് പറയുന്ന കളർ ഓഫ് കോഴ്സ് പവർ കാണിക്കുന്ന ഒരു കളറാണ്, മിസ്റ്ററി കാണിക്കുന്ന ഒരു കളറാണ്, ആൻഡ് ലോട്ട് ഓഫ് അതർ സിംബോളിക്കൽ എലമെന്റ്സ് ബിഹൈൻഡ് ദാറ്റ്. ആൻഡ് നസ്ലിന്റെ ക്യാരക്ടർ ഈസ് വെരി ജോയ്ഫുൾ, ഭയങ്കര ഹാപ്പി, ജോവിയൽ, മിർത്ത് അങ്ങനത്തെ ക്യാരക്ടറാണ്. സോ ഹീസ് വെയറിംഗ് യെല്ലോ ജാക്കറ്റ്സ്. അവിടെയും ഓരോ ക്യാരക്ടേഴ്സിന്റെയും അവരുടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, അവർ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആയിക്കോട്ടെ, അവരുടെ കയ്യിലുള്ള ടാറ്റൂസ് ആയിക്കോട്ടെ, കണ്ണിന്റെ കളർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അത്രമാത്രം ഡീറ്റെയിലിംഗ് കോസ്റ്റ്യൂമിലൂടെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം. അറ്റ് ദ ടൈം ഓഫ് ദിസ് പാർട്ടി ഓഫ് ദാറ്റ് കിലിയ കിലിയ സോങ്, ചന്ദ്ര ഈസ് വെയറിംഗ് വൈറ്റ് കളർ. പറഞ്ഞ സ്പോയിലർ ആവും. സോ ഹാവ് വാച്ച് ദ ഫിലിം. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ബാക്കിലേക്ക് തിങ്ക് ചെയ്ത് നോക്കുമ്പോഴാണ് വൈ ഷീ ഈസ് വെയറിംഗ് വൈറ്റ് കളർ ഫ്രോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, കോസ്റ്റ്യൂമിന് അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് സിനിമയിൽ ഉണ്ട്, അല്ലെങ്കിൽ മിസോസെനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും ജസ്റ്റിഫൈഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മൂവി കൂടിയാണ് ലോക.